ഡിസ്ചാർജ് ചെയ്തു. അടങ്ങി ചായ കഴിച്ചു. ഒരെണ്ണം, നാലെണ്ണം, അഞ്ച്. അജയ അജയ ആരാ വിളിക്കുന്നു? അജയ എന്തോ അജയ എന്തോ അച്ഛന് ജോലിയുണ്ടോ? അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടോ? അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടോ അച്ഛൻ? ജോലിക്ക് പോകുന്നു. ആ ഇപ്പൊ പോകുന്നു. ഇപ്പം പോകാൻ തുടങ്ങി. 2 മാസം പോയില്ലേ? എന്തൊക്കെ പക്ഷികളുടെ ഒച്ച കേൾക്കുന്നു? പക്ഷികളുടെ ഒച്ച. പക്ഷികളുടെ ഒച്ച കേൾക്കും. എന്ത് കേൾക്കുന്നു? എന്തിൻ്റെയൊക്കെ കേൾക്കുന്നത്? അജോ, കുരുവി, കാക്ക, കോഴി, പിന്നെ പൂച്ച. പട്ടികളുടെ സൗണ്ട് അടഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ട് ബോക്സിലെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവരെ കേട്ടിട്ടില്ല. അജയൻ എങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ എത്തിയത്? ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ എങ്ങനെ വന്നു? ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ എങ്ങനെ വന്നു? എറണാകുളം വരെ ബസ് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനു കയറി? ബസ്സിന് വന്ന് എറണാകുളത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഏതിലാ കയറിയത്? അവിടെ ഓട്ടോ കയറി. അങ്ങോട്ട് ഇനി എങ്ങനെ പോകുന്നത്? അങ്ങോട്ട് ഇനി എങ്ങനെ പോകും? ഇവിടെ ഓട്ടോ കയറി സ്റ്റാൻഡിൽ പോകും. പിന്നെ അവിടെ ആലപ്പുഴ ബസ് കയറി മാതിരിപ്പള്ളി. ഇത് ഞങ്ങൾ ജനിച്ച സമയത്തൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ എനിക്ക് കേൾവിയില്ല എന്നുള്ള കാര്യം. 9 മാസം ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അവൻ കിടന്ന റൂമിൽ ഇങ്ങനെ ഒരു പാത്രം വീണിട്ട് പോലും അവൻ നോക്കണില്ല. അപ്പം ഇതെന്താണെന്നറിയാൻ അപ്പം വീട്ടിൽ എൻ്റെ ഉമ്മച്ചി എല്ലാവരും പറഞ്ഞ് ഈ കൊച്ചിന് കേൾവി കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ ഇല്ല, കാരണം മൂത്ത 2 കുട്ടികൾക്കൊന്നും ഇതുവരെ കംപ്ലൈൻ്റ് ഇല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ ഇല്ല. 2 വയസ്സ് വരെ അവൻ സംസാരിക്കാതെ വന്നപ്പോഴത്തേനാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് തിരക്കുന്നത്. എന്താണ് സംസാരിക്കാത്തത് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു ഓഡിയോളജിസ്റ്റിനെ കാണണമെന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുക്കൽ ചെന്ന് അപ്പോഴാണ് ഇവന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. ഡോക്ടറുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ട് അറിഞ്ഞ് ചെന്ന് ഈ മിഷനറിയിൽ ഏറ്റവും മികച്ചത് കോക്ലിയർ ആണെന്ന് ഒരു അഭിപ്രായം കേട്ട് ആദ്യം ചെയ്ത ആളുകളെ കുറിച്ച് അന്വേഷിച്ച് ചെന്നു. അവരെ കണ്ട് പരിചയപ്പെട്ടു, അവരോട് സംസാരിച്ച് അവരുടെ കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടതിന് ശേഷം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്തു. ഓൺ ചെയ്ത് 2 സൈഡ് ഞങ്ങൾ ഇംപ്ലാന്റ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 1 സൈഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ 2 സൈഡ് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 സൈഡും സർജറി ചെയ്ത്. പിള്ളേർക്ക് പഠിക്കാനും എല്ലാം 2 എണ്ണം ചെയ്യുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാണ്. അപ്പം ഞങ്ങൾ 2 എണ്ണം ചെയ്യുമായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് സ്വിച്ച് ഓൺ ചെയ്യേണ്ട ദിവസം വന്ന്. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ വന്ന് സ്വിച്ച് ഓൺ ചെയ്ത്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആദ്യം കേൾക്കുമ്പോഴുള്ള ഇതെങ്ങനെയെന്ന് അറിയാൻ. സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്കിന് അവൻ ആദ്യം ഇത് സ്വിച്ച് ഓൺ ചെയ്ത് സൗണ്ട് കേട്ടപ്പോഴത്തേനും അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കരഞ്ഞതാണ് അവൻ്റെ കേട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ തെറാപ്പിക്ക് ഞങ്ങൾ വരാൻ തുടങ്ങി. അവൻ്റെ പേര് റംസാൻ എന്നാണെന്നും ആ പേര് വിളിച്ച തിരിഞ്ഞു നോക്കാനുള്ള ഇതെല്ലാം കാണിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവന് മാറ്റമായി. പിന്നെ അവന് വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അതുപോലെ ട്രെയിനിൻ്റെ ഒച്ച, ബസ്സിൻ്റെ ഒച്ച, അതെല്ലാം അവൻ തിരിച്ചറിഞ്ഞ് വന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ പയ്യെ എല്ലാം പറയാൻ തുടങ്ങി. പപ്പ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പറയും. 2 ചെയ്ത കാരണമാണ്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സൈഡിൽ നിന്നല്ല കേൾക്കാൻ പറ്റും. 2 ചെയ്ത കാരണം നല്ല ബെറ്ററായിട്ട് 2 സൈഡിൽ നിന്ന് കേൾക്കാൻ പറ്റും. അതിൻ്റെ അനുസരിച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് മറ്റ് 2 കുട്ടികൾ ഞങ്ങൾക്ക് മൂത്ത 2 കുട്ടികളുണ്ട്. അവരെ പോലെ ഇവനില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ കേട്ട് കഴിഞ്ഞ്
ഇപ്പം അവരേലും ആള് ബെറ്ററാണ്. ആളുടെ അടുത്ത് ഞങ്ങൾ വലുതാവുമ്പോൾ ആരാവും എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പട്ടാളക്കാരൻ. Namaskaram.